ഹലോ, ഇന്ന് ജൂൺ 5 വേൾഡ് എൻവിറോൺമെൻറ്റൽ ഡേ. പക്ഷേ ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, ഇന്നലത്തെ വീഡിയോ ആണ്. സാധാരണ ഈ 2 ദിവസങ്ങളിലായിട്ട് അമ്മമാർ കുറച്ച് ബിസി ആയിരിക്കും. കാരണം കുഞ്ഞുമക്കൾക്ക് പിറ്റേ ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട തിരക്കിൽ. ഇപ്രാവശ്യം ഞാനും കുറച്ച് തിരക്കിലാണ് കേട്ടോ. പാറക്കുട്ടി പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി. അവളുടെ ആദ്യത്തെ ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ. അവളുടെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും പിന്നെ ഈ പോസ്റ്റർ, പ്ലക്കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇരുന്ന് ചെയ്യുന്ന ഇഷ്ടമൊന്നും പിറ്റേ ദിവസം കാലത്ത് കണ്ടില്ല കേട്ടോ. അതായത് ഇന്ന് കാലത്ത്. അങ്ങനെ ഞാൻ ആദ്യം പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഇരുന്നത്. കാരണം ഇത് പെട്ടെന്ന് കഴിയും. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ ഒരു വിധം പോസ്റ്ററൊക്കെ എടുത്ത് എഴുതിയിട്ടോ. ഇത് എഴുതുമ്പോഴാണ് മാർക്കറും പശുക്ക് യൂസ് ചെയ്തിട്ട് കുറച്ചധികം നാളായതുകൊണ്ട് തന്നെ ചെറുതായൊന്ന് കട്ട പിടിച്ച പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാക്കി ഇതിൻ്റെ ഇടയിൽ ഞാൻ എഴുതിയ കോഡ്സും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ എങ്ങനെ ഡ്രസ്സ് മേക്ക് ചെയ്യുന്നതായിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചത് ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ചെയ്യാമെന്നാണ്. പക്ഷേ ഇവരുടെ സ്കൂളിൽ ഓർഗാനിക് ഐറ്റംസ് ആണ് കേട്ടോ പറ്റുള്ളൂ. ഇല, പൂവ്, കായ അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ ഞാൻ കുറച്ച് മാവിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയും തേക്കിൻ്റെ ഇലയും ആലിൻ്റെ ഇല വരെ ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തു. രാത്രിയാണല്ലോ ചെയ്യണത്. പിന്നെ ഈ രാത്രി നേരത്ത് ഇല പൊട്ടിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രസ്സ് സെറ്റാക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ. അങ്ങനെ പ്ലക്കാർഡൊക്കെ ഒരു വിധം സെറ്റായി. ഞങ്ങളത് ആലിൻ്റെ ഇലയും മാവിൻ്റെ ഇലയൊക്കെ കളക്ട് ചെയ്തു പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ പാറക്കുട്ടിയുടെ സൈസ് നോക്കണം കേട്ടോ. അപ്പോൾ ആലിൻ്റെ ഇല വെച്ച് ഒരു ടോപ്പും പിന്നെ ഈ തേക്കിൻ്റെയും മാവിൻ്റെ ഒക്കെ ഇല ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചൊരു പാവാടൊക്കെ സെറ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഇത് ഗമ്മ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സൂചി നൂലും വെച്ച് തുന്നിയിട്ടാണ് കേട്ടോ എടുത്തത്. ഇതൊക്കെ സെറ്റാക്കി വെക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഈ പ്ലക്കാർഡൊക്കെ പിടിച്ച് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗൊക്കെ എൻ്റെ പൊന്നുമോള് പറയുന്നായിരുന്നു. പക്ഷെ പിറ്റത്തെ ദിവസം കാലത്ത്, അതായത് ഇന്ന് രാവിലെ എണീച്ചപ്പോൾ പറയാ ഇവൾക്ക് തോന്നിടണ്ടാന്ന്. പാവാട വെച്ച് തുന്നിക്കൊടുത്തപ്പോൾ അതൊക്കെ കീറി. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യ സങ്കടമൊക്കെ വന്നു. പിന്നെ കുഞ്ഞിൻ്റെ ആദ്യത്തെ പരിപാടിയല്ലേ, കുട്ടിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഞാനില്ല എന്നുള്ളതുകൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു കൊടുത്തു. വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. പോട്ടെ, സാരില്ല. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.